ജനറൽ വാർഡ് എവിടെയാ ഉള്ളത്? 3rd floor. പോകാല്ലേ? പോകാം. ഓക്കെ. ദൈവമേ, 6th സെഞ്ചുറിയിൽ വന്ന അതേ രോഗം. ഏത് രോഗമാണ് ഇന്ത്യയിലേക്ക് വരാൻ പാടില്ല എന്ന് കരുതി ബോധിധർമ്മൻ ചൈനയിലേക്ക് പോയതോ ആ രോഗം ഇവിടെ പിടിപെട്ടു. എത്ര വലിയ ചതി! ആ ചൈനക്കാരനെ കണ്ടുപിടിച്ച് ജീവനോടെ വിടരുത്. ഇല്ല അരവിന്ദ്, ഇപ്പൊ അതല്ല പ്രധാനം. അവനെക്കാളും വലിയ ആപത്ത് അവൻ പടർത്തിയ ഈ രോഗമാണ്. രോഗികൾ ഇങ്ങനെ ജനറൽ വാർഡിൽ ഇട്ടാൽ ഈ രോഗം ഇനി കൂടുകയുള്ളൂ, അറിയോ? കം, എത്രയും വേഗം ഈ പേഷ്യൻസിനെ ഐസൊലേഷൻ വാർഡിലേക്ക് മാറ്റുകയാണ് ചെയ്യേണ്ടത്. അശ്വിൻ, നീ ഹെൽത്ത് മിനിസ്റ്ററെ കോൺടാക്ട് ചെയ്ത് ഈ സിറ്റുവേഷന്റെ സീരിയസ്നെസ് ഒന്ന് പറഞ്ഞു നോക്ക്. ഇമ്രാൻ, ഈ പേഷ്യൻസിന്റെ മെഡിക്കൽ റിപ്പോർട്ട്സ് എല്ലാം കളക്ട് ചെയ്ത് നീ WHO ഫോർവേഡ് ചെയ്യുക. ഈ ഡിസീസിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് ടെലിഗ്രാം മുഖേന, മെയിൽ മുഖേന എല്ലാവരും ഉടനെ അറിയിക്കണം. മിഷ, മാലതി, നിങ്ങൾ ന്യൂസ് ചാനൽസിലെ കോൺടാക്ട് ചെയ്ത് ജനങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് ഇത് അറിയിക്കാൻ നോക്കണം. ഓക്കെ? അരവിന്ദ്, ഞാൻ ഈ ഹോസ്പിറ്റലിലെ RMA പോയി മീറ്റ് ചെയ്തിട്ട് വരാം. നീ ചീഫ് ഡോക്ടർ എവിടെയാന്ന് ആദ്യം പോയി ഒന്ന് നോക്ക്. ഓക്കെ, ലെറ്റ്സ് ഗോ. നിങ്ങൾ എന്തൊക്കെയായി പറയുന്നേ? 6th സെഞ്ചുറിയിൽ വന്ന ഡിസീസോ? അതെ ഡോക്ടർ, 6th സെഞ്ചുറിയിൽ ഈ രോഗം ചൈനയിൽ വന്ന് ലക്ഷക്കണക്കിന് ആൾക്കാർ മരിക്കാൻ ഇടയായിട്ടുണ്ട്. കാഞ്ചീപുരത്തിൽ നിന്നും ബോധിധർമ്മൻ എന്ന് പറയുന്ന ഒരാളാണ് ഗുണപ്പെടുത്താൻ പോയത്. ഫോറിനിൽ പോയ ഫസ്റ്റ് ഡോക്ടർ അല്ലേ? ഇപ്പൊ ആ ഡിസീസ് ഇന്ത്യയിലേക്ക് പടർന്നിരിക്കുകയാണ് ഡോക്ടർ. അതിൽ 3 പേഷ്യൻസ് നിങ്ങളുടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ട്. എന്താ നിങ്ങൾ ഈ പറയുന്നേ? ജനറൽ വാർഡിലെ ബെഡ് നമ്പർ 76, 77 and 78 ഡോക്ടർ. അതിനാവരും പേഷ്യന്റ് ആണല്ലേ? അങ്ങനെയൊന്നും അല്ല കൊച്ചേ, ചിക്കൻ ബോക്സാ. ആന്റി വൈറലിന് ഡോസ് കൊടുത്ത മൺഡേ ഡിസ്ചാർജാ. അല്ല ഡോക്ടർ, അവർ എത്രയും പെട്ടെന്ന് സ്പെഷ്യൽ വാർഡിലേക്ക് മാറ്റണം. ജനറൽ വാർഡിൽ വെച്ചാൽ 3 ദിവസത്തിനുള്ളിൽ മറ്റുള്ളവർക്കും പകരും. ഉടൻ തന്നെ തനി വാർഡിലേക്ക് മാറ്റി അറ്റൻഡ് ചെയ്യുന്ന ഡോക്ടറിന്റെ നഴ്സിന് ഫേസ് മാസ്ക് കൊടുക്കണം. നോക്ക്, ബ്ലഡ് ടെസ്റ്റ്, യൂറിൻ കൾച്ചർ, ഈ ടെസ്റ്റുകളെല്ലാം നോക്കണം. റിസൾട്ട് വരാൻ പിന്നെ 5 ദിവസമെങ്കിലും ആവും. അതുവരെ നോർമൽ ട്രീറ്റ്മെന്റാ. അത് ശരിയായില്ലെങ്കിൽ പിന്നെ നമുക്ക് മെഡിസിൻ മാറ്റി നോക്കാം. ഡോക്ടർ പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ഡോക്ടർ. അതിനൊന്നും സമയമില്ല. ഞാൻ പറയുന്നതൊന്നും മനസ്സിലാക്കി. എനിക്ക് സമയമില്ല കൊച്ചേ. ഔട്ട് പേഷ്യന്റിനെയും ഞാൻ നോക്കണം. ഡോക്ടർ, He must be here. ചീഫ് ഡോക്ടർ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. കാശില്ലാതെ കാണാൻ പറ്റില്ല. ഒരു അർജന്റ് കാര്യം. ഹലോ ഹലോ അരവിന്ദ്. എന്താ ശുഭ? അരവിന്ദ്, എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലെ പുറകെ കൂടി പുറത്തേക്ക് വരണം. എന്തിന്? ഡോങ്ലി നമ്മളെ തേടി ഇവിടെ എത്തിയിട്ടുണ്ട്. അവനിപ്പോ എവിടെയാ ഉള്ളത്? അരവിന്ദ്, ആവേശം കാണിക്കണ്ട. അവനെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. നമ്മൾ അവനെ കണ്ണിപ്പെട്ട് നമ്മൾ ചിന്തിക്കുന്ന ഒന്നും നടക്കില്ല. അരവിന്ദ്, പ്ലീസ് അണ്ടർസ്റ്റാൻഡ്. അരവിന്ദ്, ഞാനിപ്പോ എവിടെ വരണം? അത് ഹോസ്പിറ്റലിന്റെ പുറകിലേക്ക് വാ, ഞാൻ അങ്ങോട്ട് വരാം.
ഹലോ, ഞാൻ ഡോങ്ലിയാണ് സംസാരിക്കുന്നത്. ഡോങ്ലി ഇപ്പൊ എവിടെയാണ്? ഞാൻ വിളിച്ചത് ഒരാളുടെ മൈൻഡ് കൺട്രോൾ ചെയ്യാൻ ഞാനിപ്പോൾ ശ്രമിച്ചു. പക്ഷേ എനിക്കതിന് കഴിയുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയണം. എനിക്കിപ്പോൾ ഗുരുവിനോട് സംസാരിക്കണം. അതിനൊരു വഴിയും നാം കാണുന്നതേയില്ല. ഡോങ്ലിക്ക് എല്ലാവരുടെയും മനസ്സ് നിയന്ത്രിക്കാൻ കഴിയും. അതെനിക്ക് നന്നായിട്ടറിയാം. പറയൂ, അവനിപ്പോ എവിടെയാ ഉള്ളത്? സൗത്ത് ഇന്ത്യയിലുള്ള തമിഴ്നാട്ടിലാ ഉള്ളത്. അവിടെയുള്ള ഒരാളുടെ മൈൻഡ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലെന്ന്. ഒരു കാര്യം ഞാൻ പറയാം, അവൻ അവിടെ ഉണ്ടാകാൻ പാടില്ല. എന്തുകൊണ്ട്? അവനോട് വേഗം തന്നെ തിരിച്ചു വരാൻ പറയണം. ഇല്ല, വരാൻ കഴിയില്ല. എന്തുകൊണ്ട് എനിക്ക് അവന്റെ മൈൻഡ് കൺട്രോൾ ചെയ്യാൻ കഴിയാത്തത്? ദാമോ, അത് ദാമോയുടെ രക്തം തന്നെയാണ്. ഇയാളെ നമ്മൾ കൊന്നതല്ലേ? അവന്റെ രക്തബന്ധത്തിന് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് നോക്കട്ടെ. അവരോട് ഉടനെ വരാൻ പറ. അവൻ ഇവിടെ തന്നെയുണ്ട്. നമ്മൾ തേടി നടക്കുക. എവിടെ? അവൻ നിന്റെ സൈഡിലേക്കാ വരുന്നത്. നോക്കണ്ട. പോ പുറകോട്ട് മാറി നിൽക്ക്. ശുഭ, നിനക്ക്
ശുഭ വാ വേഗം വാ വാ കേറ് കേറ് വേഗം പോ പോ വേഗം വേഗം കേറ് ശുഭ കേറിക്കോ ആ അതിനെ പിടിച്ച് ഓടിക്കോ ഓടിക്കോ